ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വിഷു ചിത്രങ്ങളെ കുറിച്ചാണ്. പുതിയ ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെ എങ്ങനെ? വിഷുവിനിപ്പോൾ എൻ്റെ റിലീസുള്ളത് ഒന്ന് പന്തയക്കോഴി, പിന്നെ ബിഗ് ബി, പിന്നെ അത് കഴിഞ്ഞിട്ട് വിനോദയാത്ര. എനിക്കൊന്ന് സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ബിഗ് ബിയിൽ അപ്പോൾ മമ്മൂട്ടി സാറിന് വേണ്ടിയായിരുന്നോ വോയിസ്? അല്ല, മമ്മൂട്ടികളുടെ അനിയന്മാരായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് പേര്. അപ്പോൾ അതിലൊരു ആക്ടർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വിഷ്വൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അത് നേരത്തെയും പക്ഷേ സീനിയർ സ്റ്റാർസിനൊക്കെ വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട് അല്ലേ? ആ ഒരു അനുഭവം ഡിഫറെന്റ് അല്ലേ? കാരണം വളരെ യങ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട്. കാരണം ഇവരൊക്കെ ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കണ്ടിട്ട് അവർ അത്ര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട്. പിടിയാന എന്ന് പറഞ്ഞ പാട്ട് വളരെ ക്യൂരിയസ് ആയിരുന്നു. പിടിയാന, പിന്നെ ലാലങ്കലിന് വേണ്ടിയിട്ട് രസാന്തരം, നരൻ. പക്ഷെ അതൊരു മിസ്മാച്ച് ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അല്ലേ? എനിക്കങ്ങനെ എന്താ പറയുക, മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഇവാലുവേഷൻ എപ്പോഴും പ്രശ്നമാണ്. ഓ അത് ശരി. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ അത് ഹിറ്റായി മാറിയതും. അപ്പൊ ഇപ്പൊ പുതിയ ഏതെങ്കിലും ഒരു പുതിയ റിലീസിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഒരു 4 വരി ആക്കണ്ട, കുറച്ച് നീളത്തിലായാലും. പന്തയക്കോഴിയില്. ഓ ശരി. സങ്കടത്തിന് മറുമരുന്നുണ്ടോ ഉണ്ടെന്നേ ശരിയാണേ, സന്മനസ്സിലെ സങ്കടമുണ്ടോ ഇല്ലെന്നേ ശരിയാണേ, ശരി കണ്ടവനും നൊമ്പരമില്ലേ, ശനി കൊണ്ടവനോ സന്തോഷമില്ലേ, കണി കണ്ടുണരും കണ്ണുകളെ എല്ലാം നേരല്ലേ, സങ്കടത്തിന് മറുമരുന്നുണ്ടോ ഉണ്ടെന്നേ ശരിയാണേ. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഇതുവരെ ഭയങ്കര ക്വയറ്റായിട്ട് വളരെ പാവമായിട്ട് സംസാരിച്ച് വന്നിരുന്നത്, പക്ഷെ പാട്ട് പാടിയപ്പോൾ ആ ഒരു വോയിസിൻ്റെ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു. ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ട്. ലൈക്ക് ബിഹേവിയറിൽ, സംസാരത്തിൽ വളരെ ഡൗൺ ആണെങ്കിലും പാട്ട് പാടുമ്പോഴാണ് തോന്നുന്നു സ്വയം എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഇനി പാട്ടിൽ നിന്ന് മാറി നോട്ട്ബുക്കിന് വേണ്ടി ഡബ് ചെയ്തിരുന്നു അല്ലേ? ആ ഒരു അനുഭവം എങ്ങനെയാണ്? നോട്ട്ബുക്കിന് വേണ്ടിയിട്ട് ഇനി ഡബ്ബിംഗ്, അച്ഛനെ പോലെ ഡബ്ബിങ്ങിന്റെ മേഖലയിലേക്ക്, പിന്നെ അഭിനയം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇല്ല, ഡബ്ബിങ് എനിക്ക് തീരെ ഉദ്ദേശമില്ല. ഇപ്പോൾ നോട്ട്ബുക്കിൽ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു പടത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഡയറക്ടർ വിളിച്ചിട്ട് ന്യൂ ഹീറോ ആണ്, ഡബ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹമില്ല, എനിക്ക് പാടണം. പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ പല എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ശൈലി ആയിരിക്കില്ല മറ്റൊരാളുടെ. അപ്പോൾ ചിലരുടെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വളരെ ടഫാണ് എന്ന് തോന്നിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആരാണ്? എനിക്ക് ഏറ്റവും പേടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ സാറിൻ്റെ ആണ്. അല്ല, വേറൊന്നും കൊണ്ടല്ല, അത്ര സീനിയറാണ്. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരു അദ്ദേഹത്തിൻ്റെ മിക്ക സിംഗേഴ്സിൻ്റെ ഒരു സ്വപ്നമാണല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ. തീർച്ചയായിട്ടും രാജ സാറിൻ്റെ മുമ്പ് പോയി നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു പറയുണ്ടാവും. ആദ്യത്തെ തവണ സത്യനങ്ങൾ എന്നെ രാജ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പൂങ്കാറ്റിനോടെന്ന് പറഞ്ഞ രാജ സാറിൻ്റെ പാട്ട് പാടി. അപ്പോൾ കഥകൾ ചൊല്ലി നീ ഈ സംഭവമൊക്കെ നീ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയ്ക്കുക. അപ്പോൾ രാജ സാറിന് അറിയാം ഞാൻ നെർവസ് ആകുന്നു. അപ്പോൾ സാറിങ്ങനെ ചിരിച്ചു. അതിനുശേഷം സാറ് ഭയങ്കര കംഫർട്ടബിളായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാട്ടും കൂടെ പാടാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഹിന്ദി പാട്ട് പാടി, അത് വലിയ തെറ്റില്ലാണ്ട് പാടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റന്നാൾ റെക്കോർഡിങ്ങിന് വന്നോളൂ എന്ന് പറഞ്ഞു. റെക്കോർഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ മ്യൂസിക് ഡയറക്ടർ ആരാണ്? ഓരോ പാട്ടിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ചില പാട്ടിന് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇപ്പോൾ നരനൊക്കെ പാടാൻ പോയ സമയത്ത് എൻ്റെ തൊണ്ട ചെറിയ പ്രശ്നമായിരുന്നു. അപ്പോൾ പാടി 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 ദീപകേട്ടന് അവസാനം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചില പാട്ടുകൾ അങ്ങനെയാണ്. അതേസമയം കൊക്കൊക്കോ കരളയൊക്കെ ഭയങ്കര ജോളിയായിട്ട് റെക്കോർഡ് ചെയ്തതാണ്. രാഷ്ട്രത്തിലെ പാട്ട് ഇപ്പം എം ജയേന്ദ്രൻ സാറിൻ്റെ കൂടെ ട്രാക്കിൽ പാടിയ പാട്ടൊക്കെ ഹിറ്റായിരുന്നല്ലോ, ചക്രമുത്ത്. അങ്ങനെ ചക്രമുത്തിലെ പാട്ട് ശരിക്കും എം ജയേന്ദ്രൻ സാറിൻ്റെ ഒരു പ്രസൻസിലല്ല ഞാൻ പാടിയത്. അപ്പോൾ എനിക്ക് ഫോണിൽ കൂടെ ഇൻസ്ട്രക്ഷൻസ് തരും. റെക്കോർഡിങ്ങിന് മുമ്പ് ഒരു തവണ ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചില പോർഷനിലൊക്കെ വിനീത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, എന്നിട്ട് ഓരോ വാക്കിനും എക്സ്പ്രഷൻ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് പറഞ്ഞുതരും. അത് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. എക്സ്പ്രഷൻസിലാണ് എല്ലാവരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എം ജയേന്ദ്ര സാർ അന്ന് എന്നെ പാടിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കിളിവാതിൽ ചില്ലിലൂടെ നിൻ
മിന്നായം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വിനീത് ആ കിളിവാതിൽ എന്നുള്ള പോർഷൻ വരുമ്പോൾ ഒരു വാതിൽ ഇങ്ങനെ തുറക്കുന്ന പോലെ ഉള്ളൊരു എക്സ്പ്രഷൻ സിംഗിങ്ങിലുണ്ടാകണം. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ സാറേ അത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കിളിവാതിൽ പിന്നെ മിന്നായം എന്നുള്ളത് ആ ഒരു മിന്നായം പോലെ തോന്നണം, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. മിന്നായം അവിടെ നമ്മുടെ വോയിസിൻ്റെ ലെവലൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് അവരുടെയൊക്കെ. നമുക്കൊന്നും ബ്യൂട്ടിഫുൾ ആണ് അത് പിന്നെ അത് കേട്ടിട്ട് അങ്ങനെ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. പക്ഷേ സാർ ഇരിക്കുമ്പോഴല്ല ഞാൻ പാടിയ സാറിൻ്റെ റെക്കോർഡിസ്റ്റ് ഒരു കൃഷ്ണകുമാർ സാറുണ്ട്, അദ്ദേഹം ആണ് എന്നെ കൊണ്ട് പാടിച്ചത്. വിനീഷ് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല റെസ്പോൺസ് ആയിരിക്കുമല്ലോ, പല ടൈപ്പ് ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ ചിലർ ഇങ്ങനെ ആർത്ത് തിമിർത്ത് തുള്ളുന്ന ടൈപ്പ് ആയിരിക്കും, ചിലർ ഇങ്ങനെ അച്ചടക്കത്തോടെ ഇരിക്കും, കീനായിട്ട് ഒബ്സർവ് ചെയ്യണവരായിരിക്കും. ഏത് ടൈപ്പ് ഓഡിയൻസിൻ്റെ കൂടെ പാടാനാണ് താല്പര്യം തോന്നാറ്? നമുക്കിപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എപ്പോഴും ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് കൂടുതൽ നല്ലത് പാടാൻ. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൗഡ് ഭയങ്കര എന്താ പറയുക സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ എൻജോയ് ചെയ്യുന്നുണ്ടോ, നന്നാകുന്നുണ്ടോ, പാടുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്ക് ഭയങ്കര ഡൗട്ട് വരും. കാരണം ഞാൻ പോയിട്ടുള്ള പ്രോഗ്രാമിനൊക്കെ കൂടുതലും ഓപ്പൺ സ്റ്റേജും ഭയങ്കര ക്രൗഡും, അപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇത് ആരും ഒന്നും അനങ്ങാണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് തോന്നി, ഇതിപ്പോൾ ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. പ്രോഗ്രാം കഴിഞ്ഞിട്ടൊരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ആൻറ്റി നന്നായിട്ട് നിങ്ങളൊന്നും ആരും കൈയടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ കൈയടിക്കേണ്ട ആവശ്യം എന്താണ്, അപ്പോൾ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ കൈയടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ പാട്ട് എൻജോയ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു 1.5 മണിക്കൂർ ഇരുത്തി ക്ലാസ് എടുത്തു. പുതിയ തലമുറയുടെ കുഴപ്പമാണ് ഇത്, പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ആടിത്തിമർക്കുക, അപ്പോൾ നിങ്ങളിങ്ങനെ പാട്ട് എൻജോയ് ചെയ്യൂ, സംഗീതത്തെ നിങ്ങളെന്താ സീരിയസ് ആയിട്ട് കാണാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി ആൻറ്റി ഓക്കെ സോറി. പല ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ പറയുന്നതായിട്ടുണ്ട് എ ആർ റഹ്മാൻ്റെ ഭയങ്കര ഫാനാണ്, ഒരു ഫേവറേറ്റ് ഡയറക്ടറാണെന്ന്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ വിനീതിൻ്റെ ഒരു പ്ലാൻ പോലെ ഒരു സിനിമ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വിനീത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എല്ലാം ശരിയായി. പക്ഷേ ആ കറക്റ്റ് ടൈമിൽ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ആൽബത്തിന് വേണ്ടി എ ആർ റഹ്മാൻ വിനീതിനെ വിളിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ രണ്ടെണ്ണത്തിൽ ഏത് സെലക്ട് ചെയ്യും? ഞാൻ എ ആർ റഹ്മാൻ ഉള്ള സ്ഥലത്ത് ലൊക്കേഷൻ ഫിക്സ് ചെയ്യും. എന്നിട്ട് 7 മണിക്കാണല്ലോ ഷൂട്ട് തുടങ്ങുക. റഹ്മാൻ മിഡ് നൈറ്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, രണ്ടിനും ഒന്നും വിടാൻ പ്ലാനില്ല. അയ്യോ നടക്കില്ല. റഹ്മാൻ ഒക്കെ നമ്മുടെ റഹ്മാൻ സാറൊക്കെ നമ്മുടെ സ്വപ്നമാണ്. ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, പഴയ പാട്ടുകൾ തന്നെ എത്ര മധുരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ പഴയ പാട്ടുകളിലും പുതിയ പാട്ടുകളിലും ഇഷ്ടപ്പെട്ട പാട്ടുകളെന്ന് പറയാം. എനിക്ക് പഴയ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുറുമ എഴുതിയ മിഴികളെ ബാബുരാജ് സാറിൻ്റെ പാട്ടുകൾ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ പഴയ മുഹമ്മദ് റഫിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പാട്ടിൽ എനിക്ക് മൊഴി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടുണ്ട്, കാറ്റൻ മൊഴി എന്ന് പറഞ്ഞിട്ട്. പാടുന്നുണ്ടോ? പാടണം, ശരി ട്രൈ ചെയ്യാം. കാറ്റൻ മൊഴി ഒലിയാ ഇസയാ പൂവിൻ മൊഴി നിറമാ കടലിൻ മൊഴി അലയാ നുരയാ കാതൽ മൊഴി വിടിയാ இரவா இயற்கையின் மொழிகள் புரிந்துவிடு மனிதனின் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் புரிந்துவிடு மனிதர்க்கு மொழியே தேவையில்லை காற்றின் மொழி ஒலியா இசையா.
അപ്പോൾ ഇന്ന് വിഷുദിനത്തിൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം വളരെയധികം സന്തോഷം നിറഞ്ഞ വിഷുദിനാശംസകളും. താങ്ക് യു. അപ്പോൾ വിഷുവിന് ഒരുപാട് പാട്ടുകൾ നമ്മുടെയും ഞാൻ പാടിയതും റിലീസാകുന്നുണ്ട്. എല്ലാം കേൾക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലോകം മുഴുവനുള്ള അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ.